ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടായി എത്ര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടാണ് ഇന്ന് ഈ ലെവലിൽ വന്നെത്തി നിൽക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽഡായിട്ട് വിവരിക്കുന്ന ഒരു പുസ്തകമാണത്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നാണ് ഇവിടം വരെ എത്തിയത്. ഇപ്പം നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണുള്ളത്. എന്നാലും നല്ല സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കോപ്പിംഗ് സ്കിൽസ് നമുക്കുണ്ട്. ഓവർകം ചെയ്തതിന് ശേഷം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മടങ്ങി വരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ട്രെസ്സ് നിരന്തരം നമ്മളെ പിടികൂടുന്നു. വലിയൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊന്നുമല്ല, എന്നാലും ചെറിയ ലെവലിലെങ്കിലും നിരന്തരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു സ്ട്രെസ്. നമ്മളറിയാതെ ഒരു റെസിസ്റ്റൻസ് മോഡിലാണ്. ഒരു റിലാക്സേഷൻ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ അവസ്ഥ നമ്മുടെ ബോഡിക്ക് വളരെ ഡാമേജിങ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഈ നിരന്തരമായിട്ടുള്ള സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ നിരന്തരം നമുക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ ചില ശീലങ്ങളും ചിന്താഗതികളും ഒക്കെ നിരന്തരം ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നതിന് കാരണമായി മാറാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിരന്തരം നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ മോട്ടിവേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ വളരെ സന്തോഷമായി. അപ്പം നിരന്തരം സ്ട്രെസ് അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അതൊരു ശീലമാണ്. പതിവായി കാരണങ്ങൾ കൂടാതെ ഇങ്ങനെ മാറ്റി വെക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി ഈ പ്രൊക്രാസ്റ്റിനേഷനാണ്. എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കാതെ ഇപ്പം വേണ്ട പിന്നീടാകാം. ഈ ചിന്താഗതിയാണ് പ്രൊക്രാസ്റ്റിനേഷൻ. നോട്ട് നൗ ബട്ട് ലേറ്റർ. അങ്ങനെ എഴുന്നേൽക്കുന്ന സമയം വൈകി ഗതിയില്ലാതെ വരുമ്പോൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. വല്ല കാര്യമുണ്ടോ? സിമ്പിളായിട്ട് അതിനെ സോൾവ് ചെയ്യാമല്ലോ. ഉണരുമ്പോൾ എഴുന്നേൽക്കുക. പ്രൊക്രാസ്റ്റിനേഷൻ ശീലമായവർക്കേ എന്നും ഡെഡ് ലൈൻസ് ഉണ്ടാകും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട അവസാനത്തെ ദിവസം അത് എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് എല്ലാ സാധനങ്ങൾക്കും വെക്കാൻ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് സാധനം വെക്കാൻ പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇപ്പം തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, പിന്നീട് എടുത്തു വെക്കാം. പിന്നീട് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എന്നിട്ടിത് അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്. പക്ഷേ ഈ സാധനം കിട്ടാനുള്ള ഒരു ചിന്ത കൊണ്ട് ഈ സ്ട്രെസ്സ് ഞാൻ പലപ്പോഴും അറിയാറില്ല. പക്ഷേ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അത് ശരീരത്തിൽ പതുക്കെ പതുക്കെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സാധനം എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എടുത്തു വെച്ചാൽ പകുതി പ്രശ്നങ്ങൾ ഒഴിവാകും. അല്ലെങ്കിൽ വലിയ കഷ്ടമല്ലേ? എന്നും നമ്മളിങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നതല്ല കേട്ടോ പ്രൊക്രാസ്റ്റിനേഷൻ. ഇതൊരു ശീലമായിട്ട് മാറുന്നതാണ് പ്രശ്നം. അപ്പം നമുക്ക് നോട്ട് നൗ ബട്ട് ലേറ്റർ ഈ ചിന്താഗതി മാറ്റി ഡു ഇറ്റ് നൗ എന്ന് ചിന്തിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. എന്തെല്ലാം റോളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇപ്പോൾ ലൈഫിലുള്ള റോളുകളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. മകൻ, മകൾ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, പിന്നെ ജോലി സ്ഥലത്തെ റോളുകൾ, നെയ്ബർ എന്നുള്ള റോള്, സ്ത്രീ എന്നുള്ള റോള്, പുരുഷൻ എന്നുള്ള റോള്. അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് റോളുകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. നമ്മളിപ്പോൾ കോമൺ ആയിട്ടുള്ള കുറേ റോളുകളെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും റോളുകൾ വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ കാലഘട്ടത്തിലും ഏത് റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കണ്ടെത്തണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യാൻ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആകും. പലപ്പോഴും അതാണല്ലോ പറ്റുന്നത്. എല്ലാ റോളും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഞാൻ റിട്ടയേർഡായി. എനിക്ക് മകളുടെ റോളില്ല, മരുമകളുടെ റോളില്ല. അമ്മ എന്നുള്ള റോളിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ മക്കൾക്കൊക്കെ ഫാമിലിയായി. അപ്പം ഞാനിനി അവരുടെ പുറകെ നടന്ന് അമ്മയല്ലേ എന്നും പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. അതിൻ്റെ സമയം കഴിഞ്ഞു. ഞാനൊരു ഗ്രാൻഡ് മദറാണ്.
എൻ്റെ കൊച്ചുമകൾ എൻ്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ റോളിന് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു. അപ്പോൾ വേറെ പല റോളുകളിലും ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ആ റോള് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് കൊച്ചുമോൾ ബാംഗ്ലൂർക്ക് പോയി. അപ്പോൾ ഗ്രാൻഡ് മാന്ന് പറഞ്ഞ് ഏത് നേരം കൊച്ചുമോളെക്കുറിച്ച് ആലോചിച്ച് ഏത് സമയം അവളെ കാണാൻ പോയി, അവിടെ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിച്ച് സ്ട്രെസ്ഡ് ആകേണ്ട കാര്യം എനിക്കില്ല. ഇപ്പോൾ ഞാൻ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന എൻ്റെ റോളുകൾ, ഐ എം എ ലൈഫ് പാർട്ട്ണർ, യൂട്യൂബറാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാനെന്നുള്ള ഒരു റോളുണ്ടല്ലോ, എൻ്റെ കാര്യങ്ങൾ, അതിന് ഞാൻ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യം, അതുപോലെ ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം ചെലവഴിക്കുക. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് പറഞ്ഞ് ചിലർ എല്ലാ റോളും സൂപ്പറായിട്ട് ചെയ്യാൻ ശ്രമിച്ച് ഒരുപാട് സ്ട്രെസ്ഡ് ആവും. അവിടെ ധൈര്യമായിട്ട് തീരുമാനം എടുക്കണം. ഓരോ പ്രായത്തിലും നമ്മുടെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. റോളിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയത്ത് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് റോളിന് നല്ല പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ മൊത്തം സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരും, അന്ന് കാണിച്ച ഒരു അലംഭാവത്തിന്. അപ്പം അതുകൊണ്ട് റോളുകൾ ബുദ്ധിപൂർവ്വം ക്രമീകരിക്കുക, അതിനെ പ്രയോറിറ്റൈസേഷൻ എന്നാണ് പറയുക. ഇനി മൂന്നാമത്തത്, ഈ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് മാത്രം എന്തുമാത്രം സ്ട്രെസ്സ് പലരും അനുഭവിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ചില മുന്നൊരുക്കങ്ങൾ, എനിക്ക് പലപ്പോഴും പറ്റാറുള്ളത് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം. ഇത് നമ്മൾ ചിന്തിക്കാതെ പെട്ടെന്ന് വന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴാണ് മൈക്ക് എടുത്തിട്ടില്ല, മൈക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഓണാക്കിയിട്ടില്ല. അപ്പം മുന്നൊരുക്കങ്ങൾക്ക് നമ്മൾ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാണ് ഇതൊക്കെ ഓർക്കുന്നതെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോഴും ജീവിതത്തിൽ ഒരു മുന്നൊരുക്കം വേണം. പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്ലാനിങ്, മുൻകൂട്ടി ചിന്തിക്കണം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടി സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. പലരും ഈ സ്ട്രെസ്ഡ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് ഈ പ്ലാനിങ് ഇല്ലാത്തതാണ്. ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോഴേ കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. കൗൺസിൽ മീറ്റിംഗ് എപ്പോഴും വളരെ സ്ട്രെസ്ഫുള്ളാണ്. കോളേജിലെ പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. പല ആളുകളും വന്നിരിക്കുമ്പോൾ തീരുമാനത്തിലെത്താൻ ബുദ്ധിമുട്ടും. അപ്പോൾ ഈ മീറ്റിംഗ് അനന്തമായിട്ട് നീണ്ടുപോകും. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടാണ് മീറ്റിംഗ് നടത്താറ്. മീറ്റിങ്ങിൻ്റെ അജണ്ട എന്തായിരിക്കണം, എത്ര സമയമാണ് മീറ്റിങ്ങിന് മാറ്റിവെക്കേണ്ടത്, കോളേജിന് ഗുണകരമായ തീരുമാനങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും. എന്തായാലും അത് എല്ലാവരും കൂടി കൂട്ടായിട്ട് തീരുമാനിക്കുകയും വേണം. അതിനുവേണ്ടി ഞാനിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ വളരെ പ്ലാൻഡായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. ആ ഒരു തീരുമാനത്തിലേക്ക് മറ്റുള്ളവരെ വളരെ സുഗമമായി കൊണ്ടുവരുന്ന രീതിയിൽ അത് അവതരിപ്പിക്കും. അതുകൊണ്ട് സമയം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയിരുന്നു. പഠിപ്പിക്കുമ്പോഴും അധ്യാപകർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഡീറ്റെയിൽഡ് സിലബസ് കൊടുക്കും. ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ചയിൽ എത്ര പഠിപ്പിക്കണം, രണ്ടാമത്തെ ആഴ്ചയിൽ എത്ര പഠിപ്പിക്കണം, അങ്ങനെ സിലബസ് ഡിവൈഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾ അതെല്ലാം നോട്ട്ബുക്കിൻ്റെ മുമ്പിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നത് ഞാൻ കാണാറുണ്ട്. വളരെ ഗൗരവത്തിൽ അവരതിനെ കൈകാര്യം ചെയ്യാറുണ്ട്. മാർച്ചൊക്കെ ആകുമ്പോൾ പോർഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നല്ല റിലാക്സേഷനാണ്. എൻ്റെ ഒരു കൊളീഗ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, മെറ്റിൽഡ ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യാറുണ്ട്, പക്ഷേ വളരെ റിലാക്സ്ഡ് ആയിട്ട് പോർഷൻസും കവർ ചെയ്യാറുണ്ട്, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ച് പറഞ്ഞു. അതെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതെന്താണെന്നോ, ഇതൊക്കെ വലിയ മെനക്കേടല്ലേ, അതാണ് നമുക്ക് പറ്റുന്ന അടിസ്ഥാനപരമായ തകരാറ്. ഈ പ്ലാനിങ്ങിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് വലിയ മെനക്കേടായിട്ട് നമ്മൾ കരുതി സ്ട്രെസ്ഡ് ആകാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ടാണ് വിവരമുള്ളവർ പറയണതല്ലേ, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. ഇനി നാലാമത്തെ പ്രശ്നം എന്താണെന്നോ, മനുഷ്യരൊരു സാമൂഹ്യ ജീവിയല്ലേ. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ കൂടി അതിൽ ഉൾപ്പെടുത്തണം, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കണം. ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ അതിനെ ഡെലിഗേഷൻ എന്നാണ് പറയുക. അപ്പോൾ വേണ്ട വിധത്തിൽ ഡെലിഗേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും. ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള ജോലി വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ആ ടാസ്ക് മാത്രമേ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഉത്തരവാദിത്വം വേറൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആദ്യം ഓർക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അവിടെ ചിലപ്പോൾ പാളിച്ച വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകും. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, ഞാൻ തന്നെ ചെയ്യേണ്ടത് ഏതാണ്, അങ്ങനെ ഒരു തരംതിരിവുണ്ടായി നമുക്ക് കുറച്ച് ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് സ്ട്രെസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. ഡെലിഗേഷൻ നമുക്ക് വീട്ടിൽ തുടങ്ങാം അല്ലേ. വീട്ടിലിങ്ങനെ ഓവർ സ്ട്രെസ്ഡ് ആകുന്ന ചില വ്യക്തികളുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടി അവർ ചെയ്ത്
അവർ പരിക്ഷീണരാകുക. എന്നിട്ട് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ആകെ കുഴപ്പമായി. അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടി ചെയ്യുന്ന വ്യക്തി ഇത് ഓർക്കണം, ഇത് ഒരാൾ തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ വേറെയും ആളുകളുണ്ടെങ്കിൽ ജോലി ഡെലിഗേറ്റ് ചെയ്യണം. ഇതൊക്കെ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും. ഇനി 5ാമത്തെ കാര്യം, ടൈമും സ്ട്രെസ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തേ മതിയാവും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വിട്ടുപോകും പലപ്പോഴും. എന്നിട്ട് നമ്മൾ വളരെ ബിസിയാണ്. ഈ ബിസി എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ മിക്കവാറും വലിയ പ്രാധാന്യമില്ലാത്തതാണ്. അത് മാറ്റിവെച്ചു എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കും. അത് നമ്മളെ വല്ലാതെ സ്ട്രെസ്ഡ് ആക്കും. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. 1, റോളുകൾ ക്രമീകരിക്കുക. 2, പ്ലാനിങ്. 6ാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളില്ലേ, അത് നമ്മളെ സ്ട്രെസ്ഡ് ആക്കും. ചിലർക്ക് ക്രോണിക്കായിട്ട് തലവേദന, വയറുവേദന, മസിൽ പെയിൻ, പിന്നെ എല്ലുകൾക്ക് വേദന. ഇതിൻ്റെ എല്ലാം കാരണം മിക്കപ്പോഴും നമ്മുടെ ശീലങ്ങളായിരിക്കാം. വൈറ്റമിൻ ഡിയുടെ അഭാവം, അത് സൂര്യപ്രകാശം ഏൽക്കാൻ തയ്യാറായാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നത് കൊണ്ട് ക്രോണിക് തലവേദന ഉണ്ടാകാം. എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാവാം. ഉറക്കം സിസ്റ്റമാറ്റിക് ആകാത്തത് കൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ നമ്മളെപ്പോഴും സ്ട്രെസ്ഡ് ആക്കിക്കൊണ്ടിരിക്കും. പലപ്പോഴും പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് മാറ്റിവെക്കും. അതിൻ്റെ സ്ട്രെസ്സ് വേറെ. ക്രോണിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ നമ്മളെ സ്ട്രെസ്ഡ് ആക്കാറില്ലേ പലപ്പോഴും. അതിന് പരിഹാരങ്ങൾ നമുക്ക് സ്വയം പലപ്പോഴും കണ്ടെത്താവുന്നതാണ്. ഇനി 7ാമത്തെ കാര്യം, ഈ നിരന്തരം ഇങ്ങനെ സ്ട്രെസ്ഡ് ആകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നോ, നമ്മളെപ്പോഴും നമ്മളെയും മറ്റുള്ളവരെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴാണെങ്കിൽ താരതമ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എവിടെയോ ഇരിക്കുന്ന ആളുകളെ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലേ. നമ്മളിൽ വിദൂരത്തിരിക്കുന്ന ആളുകളെ പോലും നമ്മൾ കമ്പയർ ചെയ്ത് അവരുടെ ജീവിതം അങ്ങനെ, എൻ്റെ ജീവിതം ഇങ്ങനെ, അവരെ പോലെ ആകണം, ഇങ്ങനെയൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ പെട്ടുപോകൂലേ. ഇങ്ങനെയുള്ള കമ്പാരിസൺ വിട്ടിട്ട് നമുക്ക് നമ്മളായി ജീവിച്ചൂടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ചെന്നപ്പോൾ അവിടെയുള്ള ടീച്ചർമാർ പറഞ്ഞു, ഈ വർഷം മുതൽ കുട്ടികൾക്ക് യൂണിഫോം ഇവിടെ നിർബന്ധമാക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിശയമായിട്ടോ. നമ്മൾ പണ്ട് യൂണിഫോമിൽ നിന്ന് രക്ഷപ്പെടാനാണ് കോളേജിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നത്. കുട്ടികളെ സമ്മതിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. കുട്ടികളുടെ ഭാഗത്തു നിന്ന് വന്ന സജഷനാണ്. കുട്ടികൾ എത്ര ബുദ്ധിപരമായിട്ട് തീരുമാനിച്ചല്ലേ. ഈ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വലിയ സ്ട്രെസ് ഒഴിവാകും. അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് 365ാമത്തെ ദിവസം എന്തുടുക്കും എന്ന് ചിന്തിച്ച് വിഷമിച്ച് സ്ട്രെസ്ഡ് ആകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. 8ാമത്തെ കാരണം, ആങ്സൈറ്റി. ഇതൊരു ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ആങ്സൈറ്റി വരുമ്പോൾ എന്താ സംഭവിക്കണത്? ഇപ്പോൾ റിയാലിറ്റിയിൽ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ചിന്ത മുഴുവൻ വരാൻ പോണതിനെക്കുറിച്ചാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ആലോചിച്ച് സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആങ്സൈറ്റി ഇപ്പോൾ പലതരത്തിൽ നമ്മളിലേക്ക് കടന്നു വരും. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ആങ്സൈറ്റി വളരെ വലുതാണ്. അവിടെ നമ്മളൊരു ഫിൽറ്ററിങ് നടത്തിയില്ലെങ്കിൽ പെട്ടുപോകും. ഞാൻ ചില ഗ്രൂപ്പിൽ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ, മനുഷ്യർക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫോർവേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതെന്താണെന്നും ഏതാണെന്നും അറിയേയില്ല, ഇതിലെന്താ കാര്യമുള്ളത്, ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ചില ആളുകൾ ഈ വീഡിയോസൊക്കെ കണ്ട് സ്ട്രെസ്ഡ് ആവും. അപ്പോൾ ഇതിൽ തമാശയുള്ളത് എന്താണെന്നോ, സോഷ്യൽ മീഡിയയിലുള്ളൊരു സംവിധാനം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നമ്മളൊരു കാര്യം ഇഷ്ടമാണ്, ഇയാളിത് കാണുമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസ് തന്നെ വന്നുകൊണ്ടിരിക്കും. കാര്യം അവതാളത്തിലാകും. ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ബാക്കി ആങ്സൈറ്റിയൊക്കെ നിസ്സാരമാകും. അടുത്ത നിമിഷം പോലും ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് നമ്മൾ. പിന്നെ എന്തിനാണ് ഇതൊക്കെ കണ്ട് ആങ്സൈറ്റി പിടിക്കണതല്ലേ. അപ്പം അങ്ങനെയുള്ളതൊക്കെ കാണാതിരിക്കുന്നതും നല്ലതാണ്. ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം. അതിന് ഏറ്റവും നല്ലത് സ്കോളർലി ആർട്ടിക്കിൾസ് വായിക്കുക. 9ാമത്തെ കാര്യം, പെരുമാറ്റം കൊണ്ട് ഒരുപാട് സ്ട്രെസ്ഡ് ആകുന്നവരുണ്ട്. അവരുടെ ചില പെരുമാറ്റ രീതികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിലർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് 2 കൊടുക്കാൻ തോന്നും. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ അവഗണന ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും. അവർക്ക് പ്രശ്നമാകും. അപ്പോൾ ആളുകളൊന്നും അവരുടെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് ആലോചിച്ച് അവർ സ്ട്രെസ്ഡ് ആകും. അവഗണന അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് വേറൊരു സ്ട്രെസ്. അങ്ങനെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെസ് ഇങ്ങനെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ചില കറക്ഷൻസ് വരുത്തിക്കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷനായി. പലപ്പോഴും പരിശീലന ക്ലാസ്സുകളിൽ വെച്ച് ആളുകൾ പറയാറുണ്ട്,
അപ്പോൾ തകരാറ് എൻ്റെ ആയിരുന്നല്ലേ, എൻ്റെ സംസാരത്തിൻ്റെയാണ്, എൻ്റെ സംസാര രീതിയാണ് പ്രശ്നം. ആ ഒരു തിരിച്ചറിവുണ്ടായതോടുകൂടി റിലേഷൻഷിപ്പിലെ സ്ട്രെസ് ഒരുപാട് കുറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. 10ാമത്തെ കാര്യം എന്താണെന്നോ, ഈ ചേഞ്ച് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കും. മാറ്റം അനിവാര്യമാണ്. മാറ്റം വരുമ്പോൾ അതിനോട് പോസിറ്റീവായിട്ട് നമ്മൾ പ്രതികരിക്കണം. അതിനുള്ള കോപ്പിംഗ് സ്കിൽസ് നമുക്കുണ്ട്. ഇന്നത്തെ പ്രശ്നം അതല്ല, എപ്പോഴും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ടത്തെ ആളുകൾ മാറ്റത്തിനോട് വളരെ നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചിരുന്നത്. മാറ്റങ്ങളൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ അവർക്കുണ്ടായിരുന്ന ഒരു ഗുണം, വളരെ സ്ലോ ആയിട്ട് ചേഞ്ചസ് വരുള്ളൂ. അവരുടെ ഒരു ആയുഷ്കാലം മുഴുവൻ മാറ്റമൊന്നും സ്വീകരിക്കാതെ ജീവിച്ചു പോകാൻ സാധിച്ചിരുന്നു. ഇന്നങ്ങനെയല്ല. പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മളിൽ തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാക്കും. പക്ഷേ മാറ്റത്തോട് നമ്മൾ വേണ്ട വിധത്തിൽ പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ ഒന്നാമത്തത് നമ്മൾ അറിയണം എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ കൊണ്ടുവരണം. കാരണം പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി ലളിതമാക്കി തരാറുണ്ട്. പലപ്പോഴും നമ്മളിത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാവുന്ന ഒരു അപകടം, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രീതികളെല്ലാം കാലഹരണപ്പെട്ടു പോകും. ഈ ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ, അത് മാത്രമാണ് നമുക്കുള്ള മാർഗം. അപ്പോഴേക്കും നമ്മൾ വളരെ വൈകിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.